പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണ ശിവ എന്തേലും പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണന്ന്. എനിക്ക് പാട്ട് കേട്ടൂടെ? പാട്ടൊക്കെ കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല. റൊമാൻറ്റിക് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണ വെള്ളം കയറി കൊളുത്തിയ കൊളുത്തെങ്കിൽ ഞാൻ പറയാം. കൊളുത്തെങ്കിൽ ഞാൻ പറയാം. പറയും നിനക്ക് കൊളുത്തയച്ചു പടി കൊളുത്തിയടാ. ഓ കൊളുത്തി. തമാശ പോച്ചുക. അതെന്ത് നിനക്ക് കൊളുത്താം എനിക്ക് കൊളുത്തിക്കൂടെ? നിനക്ക് കൊളുത്താം എനിക്ക് കൊളുത്തിക്കൂടെ? ശിവ അങ്ങനെ കൊളുത്തിക്കൂടാ. അതെന്ത് വർത്താനോ അത്? നിനക്ക് ഇവിടെ പ്രേമിക്കാം എനിക്ക് പ്രേമിച്ചൂടെ? അത് വേറെ ഇത് വേറെ. നീ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യല്ലേ ശിവ? ഞാൻ കണക്ട് ചെയ്യും. നിനക്ക് ഇവിടെ നിന്റെ ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ട് വീട്ടിൽ കയറി ഇറങ്ങാം, അതിനൊന്നും പ്രശ്നമില്ല. എനിക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ എന്തായാലും പാരലൽ യൂണിവേഴ്സിറ്റിയാണ്. അതൊന്നുമല്ല. എനിക്ക് ഇവിടെ നിന്റെ ആംഗ്ലമായിട്ട് അതിന് ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. പ്രൈവസിയിൽ കയറി ഇടപെട്ടിട്ട് നീ ഒരു ഉത്തരവാദിത്തോടെ കാണിക്കാൻ നിൽക്കേണ്ട കേശവേ, നടക്കൂല. ശിവ പ്രൈവസി എന്ന് പറഞ്ഞാൽ നീ നമ്മുടെ പറയല്ലേ ശിവ. മെർലിനെ നീ വീട്ടിൽ കയറ്റിയപ്പോ നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കയറ്റിയത്. മെർലിനെ നീ വീട്ടിൽ കയറ്റിയപ്പോ എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ്. ഞാൻ അത് പറയുമ്പോ ഇത് പറയാൻ തന്നെ ചെയ്യും. കേശവേ ഇതിനെയാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. നിനക്ക് പറ്റും എനിക്ക് പറ്റില്ല. അതെന്ത് കേശു നീ ഞാൻ ഒരു സമാധാനം തരുമോ? എനിക്ക് പഠിക്കാനുണ്ട്. പാട്ട് കേട്ടോണ്ടിരുന്നല്ലേ വെക്കണതിന് എന്താണ് നിന്റെ പ്രശ്നം? എന്ത് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ചേച്ചി? എന്തോന്ന്? ഞാൻ ഇവിടെ റൊമാൻറ്റിക് ആയിട്ട് പാട്ടും കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇവൻ കേറി വന്നിട്ട് ചോദിക്കുവാണ് എനിക്ക് വല്ല അഫെയർ ഉണ്ടോന്ന്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ശിവ എന്റെ റിയാക്ഷൻ വല്ല തെറ്റും പറയാൻ പറ്റുമോ? ചേച്ചി ഇവൻ ഈ വീട്ടില് മെർലിനെയും അലീനെയും ഹരിതയൊക്കെ കയറ്റിയപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇല്ലല്ല. പിന്നെ ഇവൻ എന്താണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഓരോന്ന് ചെയ്തു കൂടുന്നതാണ്ട. ദേ നിൽക്കുന്ന ഒരുത്തി നാളെ സ്കൂളിൽ പോകുമ്പോ 5-6 ബോയ് ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വരും. ഇതങ്ങനല്ല. ഇത് പിന്നെ എങ്ങനാ? യേശു നീ ഒരുമാതിരി മേൽശോഭന സ്വഭാവം കാണിക്കരുത്. ശിവ ചേച്ചി ഒന്ന് പറയുന്നത് കേൾക്കൂ. നിനക്ക് ഇവിടെ ആവശ്യത്തെ കൂടുതൽ ഫ്രീഡം ഈ വീട്ടിൽ നിനക്ക് തന്നിട്ടുണ്ട്. എന്താ വർത്താനോട് ചേച്ചി? അത് പറയുന്നത് ഒരുമാതിരി ഫ്രീഡം ഇല്ലാണ്ടാണല്ലോ. ശിവ അത് ഇതോ നോക്കിക്കൊണ്ടിരിക്കുന്നേ. കറി പോവാൻ ചേർത്തോട്ട്. അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. പോ. അല്ല നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ? എനിക്ക് ഈ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം ഉള്ളതിനെ പറ്റി. ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം അങ്ങോട്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി പ്രോബ്ലംസ്? ഇതിവിടെ നടക്കും. പറയണ കേട്ടാ. നിനക്കാവാങ്ങി എനിക്കും ആവാം. ഇതിവിടെ നടക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് മോള് ഇവിടെ റൊമാൻറ്റിക് പാട്ടുകളൊക്കെ കേട്ടോണ്ടിരുന്നതല്ലേ? അത് തന്നെ വെച്ചോ. പിന്നെ ഈ റൊമാൻറ്റിക് പാട്ടുകളൊക്കെ ആ ഒരു റൊമാൻറ്റിക് മൂഡിൽ നിന്ന് കേട്ടാലേ കുറച്ചുകൂടെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഹൃദയത്തിൽ എൻ്റെ ഒരു തുടിപ്പൊക്കെ കിട്ടത്തുള്ളൂ. എന്തിന്റെ തുടിപ്പെന്ന്? ഒരു നാൾ കിനാവ് പൂത്തിടും അതിൽ ഞങ്ങളൊന്നു ചേർന്നിടും പിറാക്കൽ പോൽ. അത് ഞങ്ങള് കണ്ടാ? കണ്ടു. കണ്ടോണ്ടിരിക്കുക. നീ പ്രേമിക്കുന്നില്ലേ? ഉണ്ട്. അത് ഒരെണ്ണത്തിനൊന്നും അല്ലല്ലോ, 5-ാമത്തിന് നീ പ്രേമിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവക്കും പ്രേമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവള് വല്ല വള്ളി കേസാണ് കേറി പിടിക്കുന്നെങ്കിൽ എല്ലാം പോടാ പോടാ പോടാ. അവളെ എന്റെ അനീറ്റിയാണ്, നിന്നെ പോലെ ഒന്നും അല്ല. വള്ളി കേസൊന്നും അവള് പിടിക്കൊന്നുമില്ല. ആര് പറഞ്ഞാ അവള് വള്ളിക്ക് വള്ളിക്കേസ്? ദൈവമേ, ഇനിയിപ്പോ കെമിക്കൽ ഷിപ്പ് അങ്ങനെ ഉള്ളതാണോ? അങ്ങനെ ചെയ്യൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.